എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിച്ചു. എങ്ങനെ അപേക്ഷിക്കാം? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉടൻ. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുക. 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 അലോട്ട്മെൻറ്റ്. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ആരംഭിച്ചു. hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ hscap-ൻ്റെ വെബ്സൈറ്റിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വേക്കൻസി ലിസ്റ്റ് സഹിതം വന്നിട്ടുണ്ട്. അപേക്ഷ 19-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. 19 ഇന്ന് 17 ആകുമ്പോൾ മറ്റന്നാൾ 19-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ശേഷം അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം അവിടെ അപ്ലൈയിങ് ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നൊരു ലിങ്ക് അതിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ നൽകി ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അത് 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. 1-ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഈ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് hscap-ൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും PDF എല്ലാം ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിക്കുക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ മാസം 22-ന് പ്രസിദ്ധീകരിക്കും. അത് ഈ മാസം 22-ാം തീയതി മുതൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിക്കുമെന്നും hscap ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ മാസം 22-നായിരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.